എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സരളി വരിശകൾ പഠിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാനും അതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സരളി വരിശകളുടെ ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം. സരളി വരിശ എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് സെക്ഷൻസ് ആണ്. അതായത് നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി, അതുപോലെ ക്ലാരിറ്റി, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, പിന്നെ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് കീർത്തനങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വോയിസ് നല്ല സ്മൂത്തായിട്ട് ഒരു ബട്ടർ മെൽറ്റ് ചെയ്യുന്ന പോലെ എല്ലാ സംഗതികളും നമ്മുടെ ത്രോട്ടിൽ നല്ല ക്യുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ബ്രെത്ത് കൺട്രോള്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ആദ്യമായിട്ട് പാട്ട് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ തരസ്ഥായി ഷഡ്ജത്തിലേക്ക് പോകുന്ന സമയത്ത് ത്രോട്ടിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ, ഇവിടെ ഭയങ്കര ഒരു പിടിമുറുക്കം, അല്ലെങ്കിൽ അയ്യോ ഇപ്പോൾ പൊട്ടിപ്പോവും, അങ്ങനെയുള്ളൊരു തോന്നലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി സരളി വരിശകൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സരളി വരിശ പാടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒന്നാമത്തെ സരളി വരിശയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പാടുക ഒന്നാമത്തെ സരളി വരിശ? അതിങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു പാറ്റേൺ സരി സരി, നെക്സ്റ്റ് സരി ഗമ, നെക്സ്റ്റ് സരി ഗമ പധ നീ സ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിറങ്ങി വരണ്ടേ? അപ്പോൾ സാനി സാനി, വീണ്ടും സാനിദാപ്പ. നമ്മൾ നേരത്തെ ആരോഹണത്തിൽ സരി 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 ഗമ എന്ന് പാടിയില്ലേ? അപ്പൊ അതേപോലെ സാനി 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 ധാപ. ഇനി സാനി ധാപ മഗ രേ സ. ഇതാണ് ഒന്നാമത്തെ സരളി വരിശ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? 4 സ്പീഡിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് സ്പീഡ് പാടുക? ഒരു ബീറ്റിൽ നമ്മൾ ഒരു സ്വരം വെച്ചിട്ട് പാടണം, അല്ലെ? അപ്പൊ അതെങ്ങനെയാ പാടുക? സരി 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 ഗമ സരി ഗമ പധ നീ സ സാനി 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 ധാപ സാനി ധാപ മഗ രേ സ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പീഡ്. ഇത് സരളി വരിശ ഒന്നാം കാലത്തിൽ പാടേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് പാടി നോക്കാം നമുക്ക്. സരി 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 ഗമ സരി ഗമ പധ നീ സ സാനി 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 ധാപ
രണ്ടാം കാലം എങ്ങനെയാണ് പാടുക? ഒരു ബീറ്റില് നമ്മൾ 2 സ്വരം വെച്ചിട്ട് പാടണം. അപ്പൊ എങ്ങനെയാ പാടുക? സരി സരി, കണ്ടോ? സരി ഗമ സരി ഗമ പധ നീസ. ഇനി സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പാടാൻ പോവാണ്. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഇതാണ് രണ്ടാം കാലം. ഇനി മൂന്നാം കാലം എങ്ങനെയാ വരിക? ഒരു ബീറ്റിൽ നമ്മള് 4 സ്വരം വെച്ച് പാടണം. എങ്ങനെയാ നോക്കാം നമുക്ക്. സരി സരി, കണ്ടോ? ഒറ്റ ബീറ്റിൽ 4 സ്വരം പാടി നമ്മളവിടെ. സരി 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 ഗമ സരി ഗമ പധ നീസ, കണ്ടോ? സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഈ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് പാടാൻ പറ്റുന്നില്ല എങ്കിൽ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ശേഷം മാത്രം സ്പീഡ് കൂട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. 3rd സ്പീഡും 4th സ്പീഡും. ഓക്കെ, അപ്പൊ ഇനി മൂന്നാം കാലം ഞാനൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് പാടാൻ പോവാണ്. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? 4ാം കാലാണ് നോക്കാൻ പോകുന്നത്. 4ാം കാലത്തില് ഒരു ബീറ്റില് 8 സ്വരം നമ്മൾ പാടണം. എങ്ങനെയാ നോക്കാം നമുക്ക്. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഒന്നും കൂടെ പാടാം. സരി 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 ഗമ, കണ്ടോ? സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. ഈ സ്പീഡ് പാടാൻ പറ്റാത്തവര് സ്പീഡ് കുറച്ച് പാടുക. ഇങ്ങനെ പാടണം. സരി 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 ഗമ സരി ഗമ പധ നീസ. ആ ഒരു സ്പീഡിൽ പാടി പഠിച്ചതിന് ശേഷം മാത്രം സ്പീഡ് കൂട്ടുക. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വരസ്ഥാനങ്ങൾ തെറ്റാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഫുള്ള് പാടിയിട്ട് നമുക്ക് നിർത്താം. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. സരി 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 ഗമ സരി ഗമ പധ നീസ സാനി 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 ധാപ സാനി ധാപ മഗ റീസ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സരളി വരിശ 4ാം കാലത്തില് പാടേണ്ടത്. ഇനി ഇതിന്റെ അകാരം പ്രാക്ടീസ് ചെയ്യാം നമുക്ക് വീട്ടിൽ. അപ്പൊ അകാരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് എന്താ പറയാ, സൗണ്ടിന് നല്ല ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ നല്ല ടോണിങ് വരും. നല്ല ചിലവരുടെ സൗണ്ടൊക്കെ പാടുമ്പോൾ തന്നെ കേട്ടിട്ടില്ലേ, ഓ എന്ത് രസമാണ് അവരുടെ സൗണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അപ്പൊ നമ്മുടെ സൗണ്ട് നമുക്ക് അങ്ങനെ നല്ല രസമുള്ള സൗണ്ട് ആക്കി എടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാ ചെയ്യുക? ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നമ്മൾ വരിശകൾ പ്രാക്ടീസ് ചെയ്യുക. വരിശകൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. സരളി വരിശ, മധ്യസ്ഥായി വരിശ, അതുപോലെ തന്നെ മന്ത്രസ്ഥായി, മേൽസ്ഥായി, ജണ്ട വരിശ, അലങ്കാരം വരെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സൗണ്ട് നല്ല ഭംഗിയുള്ള സൗണ്ടാക്കി മാറ്റാനായിട്ട് പറ്റും. ഇനി അകാരം കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ആ എന്നാണ് അകാരം വെച്ചിട്ട് പാടുന്നത്. അത് ആ ആ ആ ആ. അകാരം പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് നമ്മൾ നമ്മുടെ ഒരു സൗണ്ട് ഓപ്പൺ ചെയ്ത് വേണം പാടാനായിട്ട്. എന്നാൽ പക്ഷെ അതൊരു ഷൗട്ട് ചെയ്യുന്ന രീതിയിലാവാനും പാടില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മൗത്ത് വെച്ചിട്ട് നമുക്ക് സൗണ്ടിനൊന്ന് മോഡുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് ഒതുക്കി, ചിലർ കണ്ടിട്ടില്ലേ വായൊക്കെ അധികം തുറക്കാണ്ട് ഒതുക്കി പാടും. അപ്പം അങ്ങനെ ചെയ്യരുത്, നന്നായിട്ട് തുറന്ന് പാടണം. എങ്കിലാണ് നമുക്ക്
ഈസി ആയിട്ട് അത് പാടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്നും കൂടെ നോക്കാം. ആ, ഇതിപ്പോൾ ഞാൻ തുറന്ന പാടണം. ഇനി ഒതുക്കി പാടുകയാണെങ്കിൽ അപ്പം ഇവിടെ ഒരു പിടുത്തം വരും നമുക്ക്. അത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ തുറന്ന് തന്നെ പാടുക. ആ ആ ആ തിരിച്ചിറങ്ങി വരണം. ആ ആ ആ ആ വീണ്ടും ആ ആ ആ. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് അകാരം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഈ വെച്ചിട്ട് നമുക്ക് പാടാം, ഊ വെച്ചിട്ട് പാടാം, പിന്നെ എ, ഓ. ഇപ്പൊ ഈ വവൽസ് എല്ലാം നമ്മൾ ഈ വരിശയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗണ്ടിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് വഴി അറിയിക്കണം. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുമ്പോഴേക്കും നെക്സ്റ്റ് വരിശയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.